ഹലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ. വേറൊന്നല്ല, അമ്മ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി 2-3 ദിവസമൊക്കെ നിന്നിട്ടൊക്കെ പോവുള്ളൂ. അത് കാരണം ഞാൻ എണീറ്റ് വെറുതെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അതിനുശേഷം പോയി കുളിച്ചു. എന്നിട്ട് നേരെ അടുക്കളയ്ക്ക് വന്നപ്പോൾ ഇതാണ് കേട്ടോ അടുക്കളയിലുള്ള പരിപാടികളൊക്കെ. അപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് താളിക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. പിന്നെ എന്നിട്ട് ഇന്നലത്തെ കോഴിക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ചോറ് ഇന്നലെ വൈകുന്നേരം വെച്ചതൊന്ന് ചൂടാക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള എടുത്ത് വെച്ചിട്ട് എനിക്ക് രാവിലെ ഇത്തിരി ചോറിനാൻ തോന്നി. കാരണം നമ്മുടെ മീൻകറി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു മീൻകറി, മീൻ വറുത്തതും പിന്നെ എന്തിട്ടാണ് നമ്മുടെ ആ ഒരു ബീറ്റ്റൂട്ട് വാട്ടിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് എല്ലാം കൂടെ കൂട്ടി കുറച്ച് ചോറിനാന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് രാവിലെ ബ്രെഡ് വാട്ടിയതാണ് കേട്ടോ. അപ്പം അമ്മയും എന്നിട്ടാണ് തുമ്പി അത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അമ്മമ്മനോട് എന്തൊക്കെയൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ഞങ്ങൾ ചിക്കൻ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണത്. ചീത്താവുന്നില്ല, ഇന്നലെ വൈകുന്നേരം രാത്രി വറുത്തതല്ലേ. അപ്പോൾ ഇത് തുമ്പി അവിടെ കിടന്ന് പരതുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയാണ് തിന്നാൻ കിട്ടണമെന്ന് നോക്കിക്കൊണ്ട്. അങ്ങനെ എന്ത് ചെയ്തു കൊണ്ടുപോകാനുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ എന്തിട്ടാണ് ഞാൻ ബ്രെഡ് വാട്ടിയത് കാണിക്കാറൊന്നുമില്ല. ബ്രെഡ് ഇങ്ങനെ ജസ്റ്റ് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വാട്ടിയെടുത്തതാണ് കേട്ടോ. അതും പിന്നെ എന്തിട്ടാണ് ഇന്നലത്തെ ചിക്കൻ കറിയാണ് രാവിലെ തിന്നുന്നത്. അപ്പോൾ അതും ഞാൻ തിന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അത് പിന്നെ കുറച്ച് ചോറിനാനായിട്ട് ഇത്തിരി കൊതിയായതുകൊണ്ട് തിന്നുന്നേ ഉള്ളൂ. പിന്നെ എന്നിട്ട് അമ്മ അവിടെ തുണിയൊക്കെ വിരിച്ചിടാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതേ സുധിച്ചേട്ടൻ കുളിച്ചൊക്കെ വന്നപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ എന്ത് രസമാണല്ലേ. നമ്മൊന്നും ചെയ്യണ്ട, എല്ലാം നമ്മുടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒന്നും പറയണ്ട. ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഓരോരോ സൗഭാഗ്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊക്കെ ഭയങ്കര സംഭവമായിരിക്കും. അമ്മ ഇടയ്ക്ക് വീട്ടിൽ വന്ന് നിൽക്കുന്നതെന്നൊക്കെ പറയണത് എനിക്ക് സ്വർഗ്ഗം കിട്ടിയ പോലെയാണ് കേട്ടോ. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, എപ്പോഴും ഉണ്ടാവുന്നില്ലല്ലോ. ഞാൻ അങ്ങോട്ട് പോകുന്നതിലും എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മ എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ കുറച്ച് ദിവസം സുഖിക്കാമല്ലോ, അതൊക്കെ ആയിട്ട് എനിക്കിഷ്ടം. അങ്ങനെ അതും കൂടെ കുറച്ച് കഴിച്ചു കേട്ടോ. അതിന് കുറച്ച് ചോറും കൂടെ എടുത്ത് കഴിച്ചു. നല്ല ചാളക്കറി, നല്ല മാങ്ങിയിട്ടതായിരുന്നു കേട്ടോ. പിന്നെ വറുത്തതുണ്ടായിരുന്നു. പിന്നെ എന്തിട്ടാ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ ബീറ്റ്റൂട്ട് വാട്ടിയതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു. പിന്നെ മക്കളെ 2 പേരെ ഏൽപ്പിച്ച് ഞാൻ സുചേട്ടൻ്റെ പോവാണ് കേട്ടോ. അപ്പോൾ അത്രയോട്